നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കണിച്ചാർ ഓടന്തോടിൽ കാട്ടുതേനീച്ചയുടെ കുത്തേറ്റ് വയോധികയ്ക്ക് പരിക്ക്. ഓടന്തോട് സ്വദേശിനി കാരിക്കുഴി മേരിക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. ഇവരെ പേരാവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പേരാവൂർ ടൗണിൽ നിന്നും ഭ്രാന്തൻ നായയെ പിടികൂടി. ബുധനാഴ്ച ഉച്ചയോടെയാണ് ടൗണിലെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കാൻ ശ്രമിച്ച ഭ്രാന്തൻ നായയെ വ്യാപാരികൾ ചേർന്ന് പിടികൂടി കൂട്ടിലടച്ചത്. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസ്. നടൻ ജയസൂര്യയ്ക്ക് തിരിച്ചടി. 39 ലക്ഷത്തിന്റെ സ്വത്തുകൾ കണ്ടുകെട്ടി ED. മദീനയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് മലയാളി മരിച്ചു. കൊയിലോത്ത് അൻഡ്രു ആണ് മരിച്ചത്. 67 വയസ്സായിരുന്നു. തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് ഏജൻസി ഏർപ്പെടുത്തിയ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി എക്സലൻസ് അവാർഡ് നേടിയത് മഞ്ഞളാംപുറം UP സ്കൂൾ പ്രധാന അധ്യാപിക സൂസമ്മ NS. 3 ആഴ്ച മുമ്പ് ആര്യങ്കാവിൽ നിന്ന് കാണാതായ യുവാവിനായി പോലീസിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ഊർജിതം. MGM ശാലോം സെക്കൻഡറി സ്കൂളിൽ പ്രൈമറി കുട്ടികളുടെ ഫ്രൂട്ട്സ് ദിനാഘോഷം അരങ്ങേറി. പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ TV ജോണി ഉദ്ഘാടനം നിർവഹിച്ചു. കൂത്തുപറമ്പിൽ കടന്നൽ കുത്തേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. വനജയാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര രാജീവർക്ക് ജാമ്യം. വിജിലൻസ് കോടതിയാണ് തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത്. കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ല് മുക്കി പാലക്കാടൻ മട്ട എന്ന പേരിൽ വിൽപ്പന. കണ്ടെത്തൽ സപ്ലൈ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ. മരിച്ച അധ്യാപികയ്ക്കും പരീക്ഷാ ചുമതല. സാങ്കേതിക പിഴവെന്ന് ഡയറക്ടറേറ്റിന്റെ വിശദീകരണം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സംവിധായകൻ അറസ്റ്റിൽ. അഭിലാഷം സിനിമയുടെ സംവിധായകനായ ഷംസുദ്ദീനാണ് അറസ്റ്റിലായത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് വീടുകൾ നിർമ്മിച്ച് നൽകുന്ന സൈറ്റിലേക്കുള്ള സന്ദർശകരുടെ വരവിന് നിയന്ത്രണം. കണ്ണൂരിലെ വിവിധ വിദ്യാലയങ്ങളിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ മന്ദിരങ്ങൾ നാടിന് സമർപ്പിച്ച് മന്ത്രി. പത്തനംതിട്ടയിൽ 5 വയസ്സുള്ള മകളെ കനാലിൽ എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോന്നി കൂടൽ പാലമല ആഞ്ഞിലിമൂട്ടിൽ ഷിജുവിനെയാണ് കൂടൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയുടെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഉണ്ടാക്കി പണം തട്ടിയ കേസിൽ മാവേലിക്കര സ്വദേശി അറസ്റ്റിൽ. 52 ലിറ്റർ മദ്യവുമായി സിനിമ ജൂനിയർ ആർട്ടിസ്റ്റ് പിടിയിൽ. തിരൂരങ്ങാടി സ്വദേശി അൽക്കു എന്ന ഷെഫീഖിനെയാണ് മദ്യവുമായി എക്സൈസ് പിടികൂടിയത്. കേട്ടറ്റിൽ സുപ്രധാന തീരുമാനവുമായി സർക്കാർ. അധ്യാപകർക്ക് ആശ്വാസം. കേട്ടറ്റ് ഇല്ലാത്തവരെ സ്ഥിരപ്പെടുത്താം. ശമ്പളം തടഞ്ഞുവെക്കില്ല. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കൊച്ചി കപ്പൽശാലയിലെ രഹസ്യങ്ങൾ ചോർത്തിയ സംഭവത്തിലാണ് പശ്ചിമ ബംഗാൾ സ്വദേശി ആലിഫ് ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ വ്യാപാരത്തിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ യുവാവും യുവതിയും പിടിയിൽ. കോഴിക്കോട് സ്വദേശി സോന, റമീഷ് എന്നിവരാണ് പിടിയിലായത്. ടൗണിൽ പാർക്ക് ചെയ്ത സ്കൂട്ടർ മോഷ്ടിച്ച കേസിൽ സ്ത്രീയടക്കം 2 പേരെ അമ്പലവയൽ പോലീസ് പിടികൂടി. ഷാഹുൽ ഹമീദ്, ആയിഷ എന്നിവരാണ് പിടിയിലായത്. നെടുമങ്ങാട് പ്രസവ ശുശ്രൂഷയ്ക്കിടെ കുഞ്ഞു മരിച്ച സംഭവം പ്രതിഷേധവുമായി കുടുംബം. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം വിട്ടു നൽകില്ല. കൊടിമരത്തിൽ പൂശിയതിൽ ബാക്കി വന്ന 30 പവൻ സ്വർണത്തിന്റെ കണക്കില്ല. കൊടിമരക്കൊള്ളയിൽ നിർണായക കണ്ടെത്തൽ. പത്തനംതിട്ട ഏനാത്ത് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സുഹൈൽ പോലീസ് കസ്റ്റഡിയിൽ. മണത്തണ കൃഷ്ണരാഗത്തിൽ അക്ഷയ നിര്യാതയായി. 20 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. കൊട്ടിയൂർ വെങ്ങലോടിയിലെ എടവലത്ത് സെൽവി നിര്യാതയായി. 45 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ. ഉളിയിൽ കൂരൻമുക്കിലെ ഓട്ടോ ഡ്രൈവർ എളമ്പയിലെ ജിതേഷ് നിര്യാതനായി. 41 വയസ്സായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല. വെള്ളിക്ക് 255 രൂപയായി. കേളകത്തെ ഇന്നത്തെ വില നിലവാരം. റബ്ബർ 211, ലോട്ട് 196, ഒട്ടുപാൽ 135, കുരുമുളക് 675, അടയ്ക്ക 410, കശുവണ്ടി 158, തേങ്ങ 60, കാപ്പിക്കുരു 200, ചിരട്ടപ്പാൽ 125. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇനി ഓപ്പൺ ന്യൂസിലൂടെ. ഓപ്പൺ ന്യൂസ് 24.